ഹലോ, നമസ്കാരം. പിന്നെ ഈ പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചെന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് ഇറങ്ങിയത്. പക്ഷേ ഉണ്ടായത് മറ്റൊന്നായിരുന്നു. ഒന്നും പറയണ്ട. രാവിലെ തന്നെ ഇത് നമ്മൾ മോൾക്ക്, അതായത് ജാനി മോൾക്കൊരു ജാക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങി. ഭയങ്കര തണുപ്പായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അങ്ങനെ സോഴ്സിൽ പോയി ഒരു ജാക്കറ്റൊക്കെ മേടിക്കണം, പിന്നെ കുറച്ച് എന്തെങ്കിലും മേടിക്കണമെന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ ജാനിമോൾ പോകുന്നുണ്ട്. സംഭവിച്ചതൊക്കെ ഭയങ്കര വേറൊരു രീതിയിലുള്ളൊരു ഇതായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഓരോന്ന് സംഭവിക്കുന്നത് അതുപോലെ. എന്തായാലും ഞങ്ങൾ സോഴ്സിലെത്തി, പവലിയോണിലെത്തി. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ജാനിമോൾക്കൊരു ജാക്കറ്റ് മേടിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണം. കാരണം ക്രിസ്മസ് കഴിഞ്ഞ് അതിന് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള പല ഐറ്റംസിനും, ഒരാഴ്ചയ്ക്ക് മുമ്പ് മേടിച്ച പല ഐറ്റംസിനും ഇപ്പോൾ വന്നപ്പോൾ ഒരുപാട്, അതായത് ഏകദേശം പകുതിയിലും കുറഞ്ഞ വിലയായിരുന്നു. ആ ഒരു ദിവസം കൊണ്ട് രാവിലെ ഇത്ര ടൈം മുതൽ ഏകദേശം വൈകുന്നേരം ടൈം വരെ ഒരു ഓഫർ ഇടും. നല്ല മികച്ച ഓഫറുകളായിരിക്കും. അങ്ങനെ ഈ ഓഫറൊക്കെ കണ്ട് ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ജാനിക്ക് വേണ്ടിയിട്ടുള്ള ഷൂസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ഇൻസിഡൻറ്റ് നടക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ടൊരു കോഫി ഷോപ്പിൽ കയറി. സാധാരണ കയറുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ സോഴ്സിൽ വരുമ്പോൾ മിക്ക ദിവസം ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ വൈഫ് ഒരു ചിക്കൻ ബർഗറാണ് ഓർഡർ ചെയ്തത്. അപ്പം ഓർഡർ അനുസരിച്ച് ചിക്കൻ ബർഗർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓർഡർ വന്നപ്പോൾ, അതായത് ഞങ്ങൾക്ക് വന്ന ഓർഡറിൽ മുഖേന വന്നു. അപ്പോൾ ഞാൻ ചിക്കൻ ബർഗറാണെന്ന് കരുതിയിട്ട് എല്ലായിടത്തും കഴിക്കുകയും ചെയ്തു. പക്ഷേ ബീഫായിരുന്നു. അവസാനം എന്നെ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. അങ്ങനെ അവിടുന്ന് ഇൻസിഡൻറ്റ് ലെറ്ററും കാര്യങ്ങളും അവരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള ഇതൊക്കെ മേടിച്ചു. എന്നാലും കാര്യമില്ലല്ലോ. ആ രാത്രി അനുഭവിച്ചത് കംപ്ലീറ്റ് എൻ്റെ വൈഫാണ്. എൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. ഹോസ്പിറ്റലിൽ പോയി. പിന്നെ എനിക്ക് ശരിക്കും ഒരു കംപ്ലീറ്റ് ഒരു ഇംഗ്ലീഷ് ഫിലിം കാണുന്നതിൻ്റെ ഒരു ഇതായിരുന്നു വരുന്നതും ആംബുലൻസിന് ഹോസ്പിറ്റലിൽ പോകുന്നതും ഒക്കെ. അങ്ങനെ ഒരു കാര്യം എന്താ പറയുക, ഇപ്പം ഒരുവിധം കുഴപ്പമില്ല, ഓക്കെ ആയി വരുന്നു. അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ ബീഫ് കഴിക്കില്ല.